സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഈ സിനിമ സാധാരണ സിനിമയാണ്, ഇത് ശരിക്കും ഉള്ളതല്ല. ദയവ് ചെയ്ത് ഇത് സീരിയസ് ആക്കി എടുക്കല്ലേ. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് അവനെ പിടിച്ചിരിക്കും. ഇതെൻ്റെ വാക്കാ. ഇതവ എവിടെ പോയി അവൻ ഒളിച്ചാലും അവനെ പിടിച്ചിരിക്കും. പിടിച്ച് തന്നെ ഇരിക്കും. നിങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അറിയാമോ? ആര് നിങ്ങൾ ആര്? നീ വല്ലതും അറിയാമോ? അതൊക്കെ വരട്ടെ. നിങ്ങൾ ആര്? നിങ്ങൾ വല്ലതും അറിയാമോ? എടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം ചോദിക്കുന്നു, നിങ്ങൾ ആരെന്നൊന്ന് ആദ്യം പറയൂ. എന്റെ പേര് ആയിഷ സാർ. എങ്കിൽ ഞാൻ ഇനി എൻ്റെ കാര്യം പറയാം. നീ ഇവിടെ മൊത്തവും സെർച്ച് ചെയ്തോണ്ടിരിക്കണത് അത് നിങ്ങളല്ലേ? പേര് പോലും പറഞ്ഞൂടെ? എന്നിട്ടാണ് എന്റെ പേര് നിനക്കറിയ അറിയത്തില്ല? സത്യം? നിനക്കറിയാമോ ഞാൻ ഉദ്ദേശിക്കുന്ന അവ ആരാണെന്ന്? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതൊരു വലിയ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവ എവിടെ ഉണ്ടെങ്കിലും അവനെ ഞാൻ അങ്ങ് അടിച്ചു കൊല്ലും. അവനെ ഞാൻ അങ്ങ് വെറുതെ അങ്ങ് വിടൂല. അവനെ താൻ എന്താ ചെയ്തത്? ഞാൻ എന്തോ കണ്ടിരുന്നു. താൻ എന്തോ എൻ്റെ ബാക്കിൽ വരുന്നത് പോലെ. എനിക്ക് എന്തെങ്കിലും ചിറകുണ്ടോ? ചിറകൊന്നും ഇല്ലല്ലോ. എന്താണ് തനിക്ക്? എങ്കിൽ നമുക്ക് ചായക്കടക്കാരൻ ചേട്ടടുത്തു തന്നെ ചോദിക്കാം. വെയിറ്റ് ചേട്ടോ ചായയൊക്കെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കും, അതിന് ചേട്ടൻ കറക്റ്റ് മറുപടി പറയണം. നേരത്തെ ഇങ്ങനെ ബാക്കിൽ എന്തോ ശക്തിശാലി പോലെ ഇങ്ങേര് എന്നെ കൊല്ലാൻ വേണ്ടി ചേട്ടൻ കണ്ടിരുന്ന ചായ വാങ്ങിക്കാൻ എൻ്റെ ശ്രദ്ധ പൈസ ഇല്ല. പ്ലീസ് എങ്കിൽ ഒരു കാര്യം എടുത്തോ ചായ എന്തെങ്കിലും എടുക്കും. ഇന്ന് ഞാൻ തന്നെ ഇന്ന് കൊടുക്കും. നിങ്ങൾ ആരായാലും ശരി. ഞാൻ ഒരു കാര്യം പറയാം. ഒരേ ഒരു കാര്യം ഞാൻ പറയാം. സോറി എടോ, ഞാൻ ചായ വാങ്ങിച്ചു. എനിക്ക് ചായ ഒന്നും വേണം. ഞാൻ പറയണതിൻ്റെ കാര്യം താൻ പറയും. ചായയൊക്കെ കുടിക്കാം. ഞാൻ ചോദിക്കണതിന് പൈസ തരാം. പൈസ ഇല്ലേ? ചായക്കടക്കാരന് ചായക്കടക്കാര പൈസ വേണോ? തനിക്ക് അല്ലെങ്കിലും പൈസ ഇല്ല അല്ലേ? ചായക്കട വിടണോ? താൻ വിടണോ? എനിക്കിപ്പോ മനസ്സിലായി, താൻ ആ ഡീമണാണ്. ആ ഡീമന്റെ ഫ്രണ്ട് കടക്കാരൻ എന്നല്ലേ? നിങ്ങൾ എന്തൊക്കെ ഡീമൺ ആയാലും നിങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പിന്നെ എന്താ നിനക്കെന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ചേച്ചി നമ്മളിനി കോടതിയിൽ പോകുന്നെങ്കിൽ ചേച്ചിയാണ് എല്ലാം കണ്ടത്. സാക്ഷിയല്ലേ? അല്ലേ?
ആണോ? എനിക്ക് വല്ലതും അറിയാമോടാ? ഇത് എന്റെ ഫ്രണ്ട് ചായക്കടന്റെ അനിയത്തിയാ. ചേച്ചി കണ്ടില്ലേ ചേച്ചി? സത്യം പറ ചേച്ചി. ചേച്ചി ചേച്ചി വല്ല അറിയാമോ മനുസ? ആ അത് മതി, ഇതുപോലെ തന്നെ ചെയ്യണം. എടോ ആയുഷ് ഡീമൺ, എടോ 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 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്കൊന്നും എന്നെ പറ്റൂലെന്ന്. എന്റെ ഒരു കുത്തുവരെ നീ അങ്ങ് കിടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ. എടോ എടോ താൻ എത്ര വലിയ ഡീമണായാലും ശരി, ഈ ലോകം താൻ നശിക്കുവാണെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. നിങ്ങൾ ഈ ലോകം നശിപ്പിക്കാൻ പോവല്ലേ? അല്ലേ? സത്യം പറയണോ, താൻ ലോകം നശിപ്പിക്കല്ലേ? ആ ഈ ഒരൊറ്റ എൻ്റെ മൊബൈലിൽ ഞാൻ റെക്കോർഡിംഗ് ആയിരുന്നു മിസ്റ്റർ. ഞാനിതിന് നേരെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കാൻ വേണ്ടി പോവുക. എന്ത് കാറ്റാ ഇത്? എന്ത് കാറ്റ്? നിന്നെ ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രധാന വാർത്തകൾ. ഇവിടെ വട്ടിയൂർക്കാവിൽ ഭൂമി പൊട്ടിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നത് ആയുഷ് എസ് ആർ ആണ്. ആയുഷ് എസ് ആർ മാത്രമാണ് സാക്ഷി. നമ്മൾക്ക് ആയുഷ് എസ് ആറിൻ്റെ അടുത്ത് ചോദിച്ചറിയാം എന്താണ് ആയുഷ് എസ് ആർ ഇവിടെ നടന്നത് ആക്ച്വലി എന്താണ്. ഞാൻ എല്ലാം പറഞ്ഞുതരാം പ്രിയ പ്രേക്ഷകരെ. എൻ്റെ കൂടെ വരും. ഡീമൺ കിങ് ഓഫ് ഡീമൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് നമ്മുടെ അപ്പുറത്തെ മൗണ്ടൈനിൽ നിന്ന് അവർ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇവർ കണ്ണ് തുറന്നത് കൊണ്ടാണ് ഇതെല്ലാം പറ്റിയത്. തറ നോക്കൂ, തറയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ തറകളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ പോയാൽ ഇത് തറ ഇതുപോലെ കൂടെ പൊട്ടിത്തെറിക്കാൻ സാധ്യത. ആയുഷ് നമ്മൾക്ക് ആയുഷ മൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ചായക്കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചായക്കടക്കാരൻ ചേട്ടാ എന്ത് നടന്നത്? അല്ല, ഇവിടെ ഭൂമി പൊട്ടിത്തെറിച്ചത് സാറ് കണ്ടിരുന്നോ? എങ്ങനെയായിരുന്നു? അപ്പോ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം പറഞ്ഞുതരാം. ഭൂമി പൊട്ടിയിരിക്കുന്ന ഡീമൺ കിങ് ഓഫ് ഡീമൺ എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ ഭൂമിയിൽ കണ്ണു തുറന്നു വന്നിട്ടുണ്ട്. പകുതി എപ്പോൾ വേണമെങ്കിലും ഭൂമി നശിക്കാൻ സാധ്യതയുണ്ട്. അവര് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭൂമി പൊട്ടിത്തിരിയാൻ സത്യം. നോക്കൂ, തറയിലൊക്കെ നിങ്ങൾ നോക്കൂ ഗൈസ്, തറയിൽ നോക്കൂ. ഇവിടെ ഭൂമിയൊക്കെ പകുതിയായിട്ട് പൊട്ടി വരികയാണ്. ഇനി മൊത്തം പൊട്ടിയാൽ നമ്മുടെ ഈ ഭൂമി നശിക്കാൻ സാധ്യതയുണ്ട്. ഈ ഭൂമി നശിക്കാൻ ഒരു 40 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1% അത്രയൊക്കെ % ഉണ്ട്. ചിലപ്പം 100% ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇവിടെ പൊട്ടിയ കാരണം നമ്മുടെ ഡീമൺ കിങ് ഓഫ് ഡീമൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന് കാര്യമാണ് ഇത് പൊട്ടിയത്. നിങ്ങളെല്ലാവരും എപ്പോഴും നമ്മുടെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കൂ. നമ്മുടെ വട്ടിയൂർക്കാവ് ന്യൂസ് ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കൂ. വട്ടിയൂർക്കാവ് ന്യൂസ് ചാനൽ ഗൈസ്, ഇത് തറയെ കാണുന്നുണ്ട്. ചേട്ടാ സംസാരിച്ചെങ്കിലൊന്ന് തരാമോ കേട്ടോ? നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും പോകുന്നത് നേരെ നമ്മളുടെ നരുവാമൂട്ടിലേക്കാണ്. പോലീസ് മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഭൂമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ ഭൂമിയിൽ ഒരാളുണ്ട്, ആയുഷ് എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ഇവിടെ ഭൂമി പൊട്ടിച്ചു. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേസ് ആദ്യം പഠിക്കട്ടെ. ഓക്കെ മാഡം ഒന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ ഓക്കെ
ഞാൻ എന്തിനാണെന്ന് ഇങ്ങനെ നിനക്കറിയാമോ? അറിഞ്ഞൂടാ. ഞാൻ പറയട്ടാ? പറയണ്ടെങ്കി പറയണ്ട, ഞാൻ മോളെ ടാറ്റ പറയാം. എല്ലാരും എല്ലാ കാര്യവും ഞാൻ പറയാം. അതെ, ചായക്കടക്കാരൻ്റെ ചേച്ചിയും കണ്ടു. എന്താ? കൊള്ളാം, പണം അത് കയ്യിൽ തന്നെ വേണം. അടുത്തത്, ഓക്കെ, നിന്റെ എല്ലാ കാര്യവും ഞാൻ അങ്ങ് പോലീസിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞു. പറഞ്ഞടാ, നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചത്? ഞാൻ ഒരു ജിയോഗ്രാഫിസ്റ്റ് സ്റ്റഡിയറാ. നീ ഭൂമി അങ്ങ് ഇനി നീ എന്ത് ചെയ്താലും ഞാൻ ഒന്നും ഇടപെടൂല. Put the news.